കഥാപശ്ചാത്തലം നടക്കുന്നത് ഒരു ഷുഗർ മില്ല് ബേസ് ചെയ്തിട്ടാണ്, ഒരു ഫാക്ടറി ബേസ് ചെയ്തിട്ടാണ്. ഈ ഫാക്ടറിയിൽ ജോലിക്കാരനായ വ്യക്തിയാണ് ശിവാനന്ദൻ എന്നൊരു കഥാപാത്രം. ശിവാനന്ദന് ഭാര്യ സതി, 2 മക്കളാണ്. അപ്പോൾ ശിവാനന്ദന് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് അതാവാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മകന് പേരിട്ടിരിക്കുന്ന അനിൽകുമാർ ബൊക്കാറോ എന്നാണ്, ഈ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ഒരിത് വെച്ചിട്ട്. അപ്പോൾ ഈ പേര് ഇവന് ഭയങ്കര ഒരു ബേർഡൻ ആവുന്നുണ്ട് പല സമയങ്ങളിലും. ആരാണ് ഈ ബൊക്കാറോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവന് വ്യക്തമായ ഉത്തരവില്ല. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ അച്ഛനോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് ഇവനത് മാറ്റാൻ കൂട്ടാക്കുന്നില്ല. അനിൽകുമാർ ബൊക്കാറോ എന്നറിയപ്പെടാൻ തന്നെയാണ് ഇവൻ ആഗ്രഹം. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഫാക്ടറിയുമായിട്ടുള്ള ചില സമരത്തിൻ്റെ പ്രോബ്ലത്തിൽ ഈ അച്ഛനെ അവിടുന്ന് പിരിച്ചുവിടുന്നതും പിന്നീടുള്ള അയാളുടെ ഈ ഫാക്ടറിയിലേക്ക് തിരിച്ചു കയറാനുള്ള അയാളുടെ ഒരു യാത്രകളുമൊക്കെയാണ്. അപ്പോൾ ഈ അച്ഛന് ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ മകനൊരു ജോലി കിട്ടുകയാണ്. ഇവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ അധ്യാപകനുണ്ട്. അധ്യാപകൻ മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. ഈ മാഷ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ എഴുതും, പക്ഷേ വളരെ ഇൻ്റലക്ച്വലായ ഒരു ഭയങ്കര വ്യക്തിയൊന്നുമല്ല മുകുന്ദൻ മാഷ്. മുകുന്ദൻ മാഷ് എഴുതുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിലൊക്കെ 10 രൂപയുടെ പുസ്തകങ്ങൾ കിട്ടുമല്ലോ, ഈ മറ്റേ തെന്നാലി രാമൻ കഥകൾ, ടിൻറ്റുമോൻ ജോക്സ്, പിന്നെ കണക്കിലെ കളികൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് 101 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്നുള്ളത്. അപ്പം ഈ അനിൽകുമാർ ബൊക്കാറോ വളരെ സംശയാലുവാണ്, എല്ലാ കാര്യത്തിലും വളരെ സംശയം പ്രകടിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാഷിനെ അറിയാം. അപ്പം ഇവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും അറിയാം. അപ്പോൾ ഇവനൊരു അസൈൻമെൻറ്റ് പോലെ ഇവനൊരു ജോലി ഏൽപ്പിക്കുകയാണ്. ഈ 101 ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നുള്ള പുസ്തകത്തിന് വേണ്ടിയിട്ട് 101 ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട്. അതിൽ ഒരു ചോദ്യത്തിന് 1 രൂപ വെച്ച് 101 ചോദ്യത്തിന് 101 രൂപയും ഇയാൾ ഓഫർ ചെയ്യുന്നു. അങ്ങനെ ഇവൻ പതിയെ ചോദ്യങ്ങൾ തപ്പിപ്പോകുന്നു. അപ്പോൾ പക്ഷേ ഇയാളുടെ ഈ അനിൽകുമാർ ബൊക്കാറോയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇവന് ചോദ്യങ്ങൾ കിട്ടുന്നത്. അപ്പം ഇവൻ്റെ ഈ അനിൽകുമാർ ബൊക്കാറോയുടെ ചോദ്യങ്ങൾ തേടിയുള്ള ഈ യാത്രയോടൊപ്പം തന്നെ അനിൽകുമാർ ബൊക്കാറോയുടെ അച്ഛൻ ജോലി തേടിയുള്ളൊരു യാത്ര, ഈ പാരലായിട്ട് 2 വഴികളിലൂടെ ഇവർ യാത്ര തുടരുന്നുണ്ട്. ഈ സമയത്ത് വീട്ടിലെ ചിലവും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് ഈ അമ്മ സതി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നു. അങ്ങനെ ഇവൻ ജീവിതത്തിൽ നിന്ന് ചോദ്യങ്ങൾ തേടുന്നു. പക്ഷേ ഒരു 10-60-65 ചോദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവൻ്റെ ചുറ്റുമുള്ള ചോദ്യങ്ങൾ തീർന്നു പോവുകയാണ്. പിന്നെ ഇവന് ചോദ്യങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ ഇവന് ഈ പൈസ ഇവന് കിട്ടുകയും വേണം, കുറച്ച് ഇവൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഇത് മാറുകയാണ്. അങ്ങനെ ഈ 101 ചോദ്യങ്ങൾ തയ്ക്കുക എന്നുള്ളത് ഒരേ സമയം തന്നെ ഇവൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ടും അതുപോലെ തന്നെ ഇവനൊരു വലിയൊരു ഇവൻ്റെ ഒരു മാനസികമായിട്ട് ഇവൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇവനെ അറിയാതെ തന്നെ ഇവൻ്റെ ഒരു കുട്ടിക്കളി പോകുന്നു, ഇവന് കളികളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവൻ്റെ ലോകം ഈ ചോദ്യങ്ങളുടെ മാത്രമായിട്ട് മാറുകയാണ്. ഈ ചോദ്യങ്ങൾ കിട്ടാത്തതിനായിട്ട് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഇവനുണ്ട്. പിന്നീട് ഈ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇവനെ ഈ അതിലൊന്നുമല്ല ശ്രദ്ധ, അവനെങ്ങനെ ചോദ്യങ്ങളുണ്ടാക്കാം എന്നുള്ളതാണ് അവൻ്റെ ശ്രദ്ധ. അങ്ങനെ ഇവൻ്റെ ഒരു സ്ട്രഗിളാണ് ഈ 101 ചോദ്യങ്ങൾ അത് പൂർത്തിയാക്കാനുള്ള ഈ അനിൽകുമാർ ബൊക്കാറോയുടെ ഒരു സ്ട്രഗിളും, അതോടൊപ്പം തന്നെ അനിൽകുമാറിൻ്റെ അച്ഛൻ ശിവാനന്ദൻ ഈ ജോലിക്ക് തിരിച്ചു കയറാനുള്ള അയാളുടെ സ്ട്രഗിളും. അങ്ങനെ ഈ അനിൽകുമാറിന് 101 ചോദ്യങ്ങൾ തികയ്ക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. പക്ഷേ ഈ 101ാമത്തെ ചോദ്യത്തിൽ എത്തുമ്പോൾ ഈ അച്ഛൻ്റെ ഈ ഒരു യാത്ര, ഒരു സഞ്ചാരപഥവും മകൻ്റെ സഞ്ചാരപഥവും ഒരേ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ കഥാപശ്ചാത്തലം എനിക്ക് പരിചിതമാണ്. കാര്യം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതേ ഷുഗർ മില്ലിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ ഈ ഷുഗർ മില്ലും അതിൻ്റെ പരിസരവും അവിടുത്തെ സമരങ്ങളും ഒക്കെ എനിക്ക് പരിചയമാണ്. അതോടൊപ്പം തന്നെ ഷുഗർ മില്ലുമായി ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും എൻ്റെ ഈ സിനിമയിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എൻ്റെ നാട്ടിലെവിടെയൊക്കെയോ ഉള്ളതും അല്ലെങ്കിൽ എൻ്റെ കാഴ്ചയിൽ എപ്പോഴൊക്കെയോ വന്ന് പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ആളുകളാണ് കൂടുതലും. അതിനകത്ത് ഫിക്ഷൻ്റെ എലമെൻറ്റ് കൊണ്ടുവന്ന് എന്താ പറയുക, ഒരു ബ്ലെൻഡായിട്ട് മാറിയിരിക്കണം. അതായത് റിയാലിറ്റിയുടെയും ഫിക്ഷൻ്റെയും ഒരു ബ്ലെൻഡായിട്ട് മാറുകയാണ്. മലയാള സിനിമയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതായത് ഒരു വ്യക്തമായൊരു താരമൂല്യമോ അല്ലെങ്കിൽ
പോസ്റ്ററിൽ മുഖം കാണിക്കാനുള്ള വലിയൊരു അല്ലെങ്കിൽ താരങ്ങളുടെ വലിയൊരു അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മുഖങ്ങൾ പോസ്റ്ററിൽ വയ്ക്കാതെ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള പ്രൊമോകൾക്കോ ഒന്നുമില്ലാതെ ഇന്ന് പലപ്പോഴും സിനിമ ഒരു തിയേറ്ററിൽ വരാനോ അല്ലെങ്കിൽ അത് ആളുകൾ കാണാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബോധം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം, സിനിമയോടുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം സത്യം പറഞ്ഞാൽ ഈ ഒരു എല്ലാ ചിന്തകളെയും ഇതിൻ്റെ ഈ ഒരു എതിർ ദിശയിലേക്ക് പോകുന്ന ചിന്തകളെയൊക്കെ മാറ്റുകയാണ് ഉണ്ടായത്. നല്ല സിനിമയുടെ ഭാഗമാകുക, നല്ലൊരു സിനിമ ചെയ്യുക, അതൊരിക്കലൊരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു അവാർഡിന് വേണ്ടി മനഃപൂർവ്വം സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ കൊമേഴ്സ്യലിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഫാസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ മസാല ചേർക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു ആവശ്യമില്ലാത്ത സീനുകളൊക്കെ ഒഴിവാക്കി ഇതിനകത്ത് 1 by 1 ഓരോന്ന് കണക്റ്റഡായി അങ്ങനെ സീൻസ് ചേർത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഒരു എന്താ പറയുന്നത്, ഒരു മൾട്ടിപ്പിൾ വ്യൂവർ കമ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഉള്ളത്. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ആരാധകർ എന്ന് പറഞ്ഞൊരു ഗണം ഉണ്ടായത്. കാര്യം ഒരു നടൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര ജാടയാണ് എന്ന് കരുതി ഒരിക്കലും ഒരു നടൻ ഇവിടുന്ന് ഔട്ടായിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യൂവർ അല്ലെങ്കിൽ അവന് വേറൊരു വ്യൂവറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കും അതുപോലൊരു ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, കുറേ വ്യൂവേഴ്സിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ കുറച്ച് സിനിമയെ അല്ലെങ്കിൽ എല്ലാ സിനിമകളെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഈ പടം ചെയ്യാനായത്.